തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ലോക്സഭയിലേക്ക് മത്സരിക്കുക എന്നുള്ളതിന് മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് കഴിഞ്ഞു. അവിടെ വട്ടിയൂർക്കാവിലെ MLA ആയതിനു ശേഷം അങ്ങനെ ആയിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ഒരു പാർട്ടി ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചു, അങ്ങോട്ട് പോയി. അപ്പോൾ വീണ്ടും അതിൻ്റെ ആവർത്തനം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. അതെ, പാർട്ടി പാർലമെൻറ്റിലേക്കാണ് മത്സരിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മത്സരിക്കും. ഒരിക്കലും മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കില്ല. പാർട്ടി മത്സരിക്കണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മത്സരിക്കും. നിയമസഭയിലെ ആണെങ്കിൽ മറ്റൊന്നുമല്ല, നിയമസഭയിലാണെങ്കിൽ ഇവിടെ എന്താ പറയുക, കേരളത്തിൽ പൂർണ്ണമായിട്ടും കേരളത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ കഴിയും. പക്ഷേ ഡൽഹിയിലാവുമ്പോൾ അല്ല, അതിലൊരു പേഴ്സണൽ ചോയ്സ് ഉണ്ടോ? പേഴ്സണൽ ചോയ്സ് ഞാൻ മുമ്പ് തന്നെ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ എങ്കിലും പാർട്ടി പറയുന്നത് ഇപ്പോൾ സീനിയറായിട്ടുള്ള MP-മാർ മാറി നിന്നാൽ അതൊരു ബാഡ് മെസ്സേജ് പോകും. അതായത് എല്ലാവരും കേരളത്തിലേക്ക് ചേക്കേറുകയാണ്, അപ്പോൾ ഡൽഹിയെ കുറിച്ച് ആർക്കൊരു പ്രതീക്ഷയില്ല. അത് ശരിയല്ല. നിങ്ങളെപ്പോലുള്ളവർ പാർലമെൻറ്റിൽ ഉണ്ടാവണം എന്നാണ് ഒരു പൊതുവായിട്ടുള്ള നിർദ്ദേശം. പക്ഷേ ഇവിടുന്ന് പോയതിനു ശേഷം വട്ടിയൂർക്കാവിൽ ജയിച്ചിട്ടില്ല. അത് ഉണ്ട്, ശരിയാണ്. എങ്കിലും പാർട്ടിക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നു അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ വരുമ്പോൾ പാർട്ടി ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും വടകരയിൽ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം എന്നാണ് ഇപ്പോൾ പൊതുവായിട്ടുണ്ടായിട്ടുള്ള ധാരണ. ഇപ്പോൾ തിരുവനന്തപുരം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമായി എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസ് കൈവിട്ടതിന് ശേഷം പിന്നീട് പല ഇടങ്ങളിൽ നിന്ന് തിരിച്ചു പിടിക്കാറില്ല. ഇപ്പോൾ കോർപ്പറേഷൻ എടുക്കൂ, അവിടെ CPM മുഖ്യ കക്ഷിയാവുന്നു, BJP രണ്ടാമത്തെ കക്ഷിയായി വരുന്നു. നിയമം കഴിഞ്ഞ തവണ താങ്കൾ അവിടെ ഒരു പരീക്ഷണത്തിന് നിന്നിട്ട് പോലും പക്ഷേ കോൺഗ്രസ് സംഘടന അവിടെ വളരെ ദുർബലമായിരുന്നു. അത് തന്നെ വട്ടിയൂർക്കാവിലും അത് തന്നെ കഴക്കൂട്ടത്തൊക്കെ ആവർത്തിച്ചാൽ കേരളത്തിൻ്റെ തലസ്ഥാനം CPM വേഴ്സസ് BJP എന്നുള്ള നിലയിലേക്ക് മാറിപ്പോകില്ലേ? കോൺഗ്രസ് ഗൗരവപൂർണ്ണമായി ആലോചിക്കേണ്ട ഒരു കാര്യം അതിലില്ലേ? അതെ, ഇപ്പോഴത്തെ ഒരു പ്രധാന ഘടകം 2024 ഇപ്പോൾ 2024 നല്ല വിജയം കേരളത്തിൽ കോൺഗ്രസ്സിനുണ്ടായാൽ മാത്രമേ അടുത്ത പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ നല്ല ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ കഴിഞ്ഞ തവണ പാർലമെൻറ്റ് ഇലക്ഷനിൽ മുന്നേറ്റം ഉണ്ടായിട്ട് പോലും പിന്നീട് അതുണ്ടായില്ല. അതിന് പല കാരണങ്ങളുണ്ടെന്ന് കോവിഡിൻ്റെ വരവോട് കൂടിയിട്ട് പിക്ചർ മുഴുവൻ മാറിപ്പോയി. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ കുറേ കൂടെ അനുകൂലമായിട്ടുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജയിക്കാൻ കഴിയുന്നതാണ് ഞങ്ങളുടെയൊക്കെ പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് വലിയൊരു ചലഞ്ചാണ്. അപ്പോൾ ആ സമയത്ത് സേവനം ഇങ്ങോട്ട് വേണം എന്ന് തോന്നിയാൽ തിരിച്ചു വരാൻ സന്നദ്ധനല്ല. അതുണ്ടാവില്ല. എന്താ അറിയോ, ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഇനി K മുരളീധരൻ കാരണം ഒരു ബൈ ഇലക്ഷൻ കേരളത്തിൽ ഉണ്ടാവരുത്. ആ കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ട്. 22-23 കൊല്ലം മുമ്പ് KPCC പ്രസിഡന്റായി AK ആന്റണി മുഖ്യമന്ത്രി, K മുരളീധരൻ KPCC പ്രസിഡന്റ്. അങ്ങനെയുള്ള ഒരു ഇക്വേഷനിൽ നിന്ന് ഇപ്പം ഒരു പാർലമെൻറ്റ് അംഗമാണ്. കേരളത്തിലെ പവർ പൊളിറ്റിക്സിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ആ കാലഘട്ടവും ഈ കാലഘട്ടവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഒരു നഷ്ടബോധത്തിൻ്റെ ഫീലിംഗ് ഉണ്ടോ മനസ്സിൽ? ഇല്ല, അതിലിപ്പോൾ നഷ്ടബോധം ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം ഇതൊക്കെ ജനാധിപത്യം ഇത്രയൊക്കെ എത്തിയില്ലേ. അതായത് നമ്മളെക്കാൾ കൂടുതൽ പ്രവർത്തിച്ച എത്രയോ ആളുകൾ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മളെക്കാൾ എത്ര യോഗ്യതയുള്ളവരുണ്ട്. ഞാനൊക്കെ ഇവിടെ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് അന്ന് പാർട്ടിയുടെ ബ്ലോക്ക് പ്രസിഡൻ്റായിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും ഒരു സാരവും കിട്ടാതെ ഇപ്പോഴും നടക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ കിട്ടിയില്ലേ. K കരുണാകരൻ ഉണ്ടായിരുന്ന ആ പൊസിഷൻ, അതിനുശേഷം താങ്കൾ KPCC പ്രസിഡന്റ് ആവുന്നു, I ഗ്രൂപ്പിനെ നയിക്കുന്നു. നമ്മൾ ഇപ്പോഴത്തെ പൊസിഷനും താരതമ്യം ചെയ്യുമ്പോൾ ഇടയ്ക്കൊരു 20 വർഷം നഷ്ടമായി പോയിട്ടില്ലേ? അല്ല, അതിൽ പാർട്ടി വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിലൊക്കെ കുറേ കോട്ടങ്ങളുണ്ടായി. പക്ഷേ തിരിച്ചു വന്നപ്പോഴും പാർട്ടി എന്നെ പരിഗണിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യമല്ലേ. ഞാൻ 6 വർഷം പുറത്ത് നിന്ന് തിരിച്ചു വന്ന ഉടനെയാണ് എന്നെ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാക്കുന്നത്. അതിനുശേഷം വീണ്ടും അവിടെ മത്സരിക്കാൻ അവസരം തന്നു. ഒരു വളരെ ക്രൈസിസ് ഉണ്ടായപ്പോൾ വടകരയിലേക്ക് എന്നെ നിയോഗിച്ചു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എന്നെ ഒരു അഖിലേന്ത്യാ രാഷ്ട്രീയം എന്നുള്ള നിലയ്ക്ക് തെലങ്കാനയുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിന് ചുമതലപ്പെടുത്തി. ഭാഗ്യവശാൽ അവിടെ പാർട്ടി ജയിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസരം കിട്ടിയല്ലോ. ഇതൊക്കെ കിട്ടാത്ത എത്ര പേരുണ്ട്. അല്ല, കൂടുതൽ റോളുകളിലേക്ക് പാർട്ടി പരിഗണിക്കുന്നുണ്ട്, അതിൽ സംതൃപ്തനാണ്. അതെ, തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ താല്പര്യം എടുക്കുന്നുണ്ട്. അതിലേറെ എനിക്ക് സന്തോഷം തോന്നിയത് സോണിയാഗാന്ധി എപ്പോൾ കാണുമ്പോൾ ചോദിക്കും ഓക്കെ ആണോ അതോ എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ നമുക്കൊരു അംഗീകാരമല്ലേ. സോണിയാഗാന്ധിക്ക് പഴയ കാര്യങ്ങളിൽ, അതായത് വളരെ രൂക്ഷമായ പദപ്രയോഗങ്ങളൊക്കെ അതിലൊക്കെയുള്ള വിഷമം മാറി. അതൊക്കെ പൂർണ്ണമായിട്ട് മാറുക മാത്രമല്ല, എപ്പോഴും ക്ഷേമം ഇനി ഞാൻ പെട്ടെന്ന് അവരെ നമ്മൾ ചിലപ്പോൾ അവർ കടന്നു വരുന്ന ചിലപ്പോൾ അറിഞ്ഞില്ലെങ്കിൽ പോലും
തോളത്ത് കെട്ടി വിശേഷം ചോദിച്ചിട്ട് അവർ പോകാറുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ലൊരു എന്താ പറയേണ്ടത്, പാർട്ടി നമ്മൾ അംഗീകരിക്കുന്നു, സ്നേഹിക്കുന്നു എന്ന് കാണുമ്പോൾ ഒരു സന്തോഷം നമുക്കുണ്ട്.